പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കാത്തതിൽ കോൺഗ്രസിനോട് ഇടഞ്ഞു നിൽക്കുന്നു KPCയുടെ ഡിജിറ്റൽ മീഡിയ കൺവീനർ പി സരിൻ. ഡോക്ടർ സരിനുമായി CPM ജില്ലാ നേതൃത്വം ആശയവിനിമയം നടത്തുന്നതായി വിവരം ലഭിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് അടക്കം തന്നെ അവഗണിച്ചുവെന്നാണ് ഡോക്ടർ സരിൻ്റെ പരാതി. സരിനെ അനുനയിപ്പിക്കാനുള്ള ശ്രമം കോൺഗ്രസ് നേതാക്കളും തുടങ്ങിയിട്ടുണ്ട്. നിഖിൽ പ്രമേഷ് പാലക്കാട് നിന്ന് ചേരും. അതുപോലെ തിരുവനന്തപുരത്ത് നിന്ന് സലീം മാലിക്കും അതുപോലെ ഡോക്ടർ പി സരിനുമായി CPM ചർച്ച നടത്തിയെന്നുള്ള കാര്യം തിരുവനന്തപുരത്ത് ആർ ശ്രീജിത്തും റിപ്പോർട്ട് ചെയ്യും. ആദ്യം ആർ ശ്രീജിത്തിലേക്ക്. നിഖിലാണ് ഇപ്പോൾ ആദ്യം റെഡി. നിഖിൽ പാലക്കാട് നിന്ന് ചേരുകയാണ്. നിഖിൽ, ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? കാരണം ഇപ്പോൾ ശരിക്കും ഓരോരുത്തരും സരിനെ തൻ്റെ ക്യാമ്പിലാക്കാൻ ശ്രമം തുടങ്ങിയെന്നാണ് വിവരം. പാലക്കാട് നിന്നുള്ള വിശേഷം എന്താണ്? കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുക എന്നുള്ള ഒരു തന്ത്രം പ്രയോഗിക്കാനാണ് ഇപ്പോൾ LDF ശ്രമിക്കുന്നത്. അവരുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ ഏറെക്കുറെ പൂർത്തിയായി കഴിഞ്ഞതാണ്. കെ ബിനിമോൾ എന്ന ഒറ്റ പേരിലേക്ക് അവർ എത്തിച്ചേർന്നിട്ടുണ്ട്. പക്ഷേ ഡോക്ടർ പി സരിൻ ഇപ്പോൾ ഈ വിമത സ്വരം ഉന്നയിച്ച സാഹചര്യത്തിൽ എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ് CPIM എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുതിർന്ന നേതാക്കൾ തന്നെ ഡോക്ടർ പി സരിനുമായി ചർച്ച നടത്തി കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. എന്തായാലും സരിൻ്റെ ഈ ഇടഞ്ഞു നിൽക്കൽ ആദ്യം ബ്രേക്ക് ചെയ്തത് നമ്മളാണ്. നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ വിയോജിപ്പ് അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് സ്ഥാനാർത്ഥിയാവുകയാണെങ്കിൽ ഡോക്ടർ പി സരിൻ എന്നൊരു കോൺഗ്രസ് പ്രവർത്തകൻ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ജനങ്ങളെ ഞാൻ അറിയിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ വാക്കുകൾക്കിടയിൽ എല്ലാം ഉണ്ട് അദ്ദേഹത്തിൻ്റെ വിയോജിപ്പ്, അദ്ദേഹത്തിൻ്റെ പ്രതിഷേധം, അദ്ദേഹത്തിനുള്ള അതൃപ്തി, അമർഷം, അതെല്ലാം ആ വാക്കുകളിലുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്നിപ്പോൾ 11:45 അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനം പാലക്കാട് പ്രസ് ക്ലബിൽ വെച്ച് നടക്കാൻ പോകുന്നത്. ഡോക്ടർ പി സരിൻ പറയാൻ സാധ്യതയുള്ള കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടത് അദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസം അടക്കം പ്രതിപക്ഷ നേതാവിൽ നിന്നും അതോടൊപ്പം തന്നെ AICC നേതാക്കളിൽ നിന്നും നേരിടേണ്ടി വന്നിട്ടുള്ള അവഗണനയെ കുറിച്ചാണ്. അദ്ദേഹം ഈ 3 പേരുകൾ, പാലക്കാട് നിന്ന് 3 പേരുടെ പേരുകളാണ് KPCCയിലേക്കും തുടർന്ന് AICCയിലേക്കും പോയിരുന്നത്. അത് VT ബൽറാമിൻ്റെയും ഡോക്ടർ പി സരിൻ്റെയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതുമാണ്. രാഹുൽ നമുക്കറിയാം പാലക്കാട്ടുകാരനാണ്. അദ്ദേഹം പത്തനംതിട്ട സ്വദേശിയാണ്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാണ്. രാഹുലിന് ഇവിടെ മത്സരിക്കാനുള്ള യോഗ്യത അല്ലെങ്കിൽ രാഹുലിനുള്ള വെയിറ്റേജ് എന്ന് പറയുന്നത് ഷാഫി പറമ്പിലിന്റെ നിർലോഭമായിട്ടുള്ള പിന്തുണയാണ്, നിരൂപാധികമായിട്ടുള്ള പിന്തുണയാണ്. ഷാഫി പാലക്കാട് നിന്ന് വടകരയിലേക്ക് മണ്ഡലം മാറുമ്പോൾ ഷാഫി മുന്നോട്ട് വെച്ച ഒരേ ഒരു ഉപാധി എന്ന് പറയുന്നത് താൻ വിജയിക്കുകയാണെങ്കിൽ താൻ പറയുന്നയാൾ ഇവിടെ സ്ഥാനാർത്ഥിയാകണം എന്നുള്ളതായിരുന്നു. അപ്പോൾ ഷാഫിയുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ സ്ഥാനാർത്ഥിയാക്കാൻ ആ ഘട്ടത്തിൽ തന്നെ ഷാഫി തീരുമാനിക്കുകയും തെരഞ്ഞെടുപ്പ് പൂർത്തിയായി ഷാഫി വിജയിക്കുന്നതിന് മുൻപ് തന്നെ രാഹുൽ ഇവിടെ എത്തി പ്രചരണം നടത്തുകയും ചെയ്തിരുന്നു. അന്ന് നമ്മൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. അതായത് ഇവിടുത്തെ പല മുതിർന്ന നേതാക്കളെയും കണ്ട് തനിക്ക് പിന്തുണ നൽകണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. അതിന് പിന്നാലെ DCC തന്നെ ഒരു പ്രമേയം പുറത്തിറക്കി. അതായത് പുറത്തുനിന്ന് കെട്ടിറക്കിയ സ്ഥാനാർത്ഥികൾ ഇവിടെ വന്ന് വോട്ട് അഭ്യർത്ഥിക്കേണ്ട, ആര് മത്സരിക്കണമെന്ന് പാലക്കാട് DCC തീരുമാനിക്കുമെന്ന് അന്ന് ജില്ലാ കോൺഗ്രസ് നേതാക്കൾ ഒരു നിലപാടെടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ മുതിർന്ന നേതാക്കളുടെ എല്ലാം VK ശ്രീകണ്ഠൻ, ഇപ്പം നമ്മളോട് സംസാരിച്ച് പിരിഞ്ഞ VK ശ്രീകണ്ഠനെ അടക്കം താല്പര്യമില്ലായ്മ, അദ്ദേഹത്തിൻ്റെ അടക്കം അഭിപ്രായത്തെ ലംഘിച്ചുകൊണ്ടാണ് ഈ പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെയും ഷാഫി പറമ്പിലിൻ്റെയും ശക്തമായ സമ്മർദ്ദം മൂലം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി എത്തുന്നത്. ഇപ്പോൾ രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചു കഴിഞ്ഞു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ സരിൻ പ്രതികരിക്കാനിരിക്കുന്നത്. അദ്ദേഹം 11:45 മാധ്യമങ്ങളെ കാണും. അദ്ദേഹത്തിന് പറയാൻ